ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ കടന്നു പോകുന്ന വഴികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്തൊക്കെയാണ്, അതിൻ്റെ കാരണം പരിഹാരം എന്തൊക്കെയാണ്, സൊല്യൂഷൻ എന്താണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 2 ഫയൽസ് ഇവിടെ വെച്ചിട്ടുണ്ട്, 2 ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഫയൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചിത്രം സെലക്ട് ചെയ്ത വ്യക്തിയുടെ റീഡിംഗാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചിത്രം സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചിത്രം ഒന്നാമത്തെ ചിത്രം സെലക്ട് ചെയ്ത വ്യക്തികളുടെ എടുത്തി കാർഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഒന്നാമത്തെ ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കാർഡ്, ആ ചിത്രത്തിൻ്റെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടും എനർജി ഉള്ള വ്യക്തികളായിരിക്കാം. പക്ഷേ നിങ്ങളുടെ എനർജി നിങ്ങൾ എവിടെയോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി എങ്ങോട്ടേക്കോ പോകുന്നുണ്ട്. ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ആരോ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ എങ്ങോട്ട് പോകുന്നു, ഭയങ്കരമായിട്ടും ടെൻഷൻ അടിച്ച് ഭയങ്കരമായിട്ടും ഒരു ലോ ആയിട്ടുള്ളൊരു എനർജിയിലോട്ട് കയറുന്നത്. എന്തൊക്കെയോ ഭയങ്കരമായിട്ടും ഓവർ തിങ്ക് ചെയ്ത് ഭയങ്കരമായിട്ടും എന്തൊക്കെയോ നെഗറ്റീവ് അടിച്ച് ഓവർ തിങ്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അനാവശ്യമായിട്ടും ആലോചിച്ച് ചിന്തിച്ച് നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നുണ്ട്. ഇമോഷണലി ഭയങ്കരമായിട്ട് നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് ലോസ് ആവുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു സോളാർ എനർജിയാണ് നിങ്ങളുടെ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും നിങ്ങളുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടും എവിടെ ചെന്ന് കഴിഞ്ഞാലും എന്ത് കാര്യത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ആ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങി ചെയ്യുക, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലോട്ടും ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് നിൽക്കുക എന്നുള്ള വ്യക്തി, ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഭയങ്കരമായിട്ട് നിങ്ങൾ ഹാപ്പിനെസ് എല്ലാത്തിലും കാണുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഭയങ്കരമായിട്ട് പ്യൂറായിട്ടുള്ള വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഒരു സോളാർ എനർജിക്ക് ഭയങ്കരമായിട്ട് ഒരു ബ്ലോക്കേജ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. അത് നിങ്ങൾ കണ്ടുപിടിച്ച് പരിഹരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാം. മേ ബി നിങ്ങളുടെ ചിന്താഗതി ആയിരിക്കും, നിങ്ങളുടെ ഇമോഷൻസ് ആയിരിക്കാം, അത് ഇമോഷൻസിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങൾ ചെയ്യുന്ന വർക്കായിരിക്കാം, നിങ്ങൾക്ക് പറ്റാത്ത വർക്കായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കുക. കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ഗ്രൗണ്ടഡ് ആവാൻ വേണ്ടി കൊതിക്കുന്നു. എനിക്ക് ഇനിയെങ്കിലും ഒരു സ്റ്റെബിലിറ്റി വേണം, ഭൂമിയോളം ഞാൻ താന്നു, പക്ഷേ ഇനിയെങ്കിലും എനിക്ക് പിടിച്ച് നിൽക്കണം എന്നുള്ളത് ഈ ഒരു ടൈമിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കുറേ അധികം ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനിയെങ്കിലും നന്നായിട്ട് ആരുടെയും കാല് താങ്ങാണ്ട്, ആരെയും താങ്ങാണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കി സ്റ്റെബിലിറ്റി ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമുള്ള കുറേയധികം വ്യക്തികളുണ്ടെങ്കിൽ പോലും ഈ വ്യക്തികൾക്ക് അതിന് പറ്റുന്നില്ല. എങ്കിൽ പോലും കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും ഈ വ്യക്തികൾ അതിലോട്ട് പോകുന്നതായിട്ടും കാണാൻ പറ്റും. പക്ഷേ കാരണം ഈ ഒരു ടൈം നിങ്ങൾക്ക് മാറി വരുന്ന സമയത്തായിരിക്കാം ഈ വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആവുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. കുറേയധികം വ്യക്തികളോട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ആർക്കൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ എൻജോയ്മെൻറ്റ് വരുന്നുണ്ട്, റീജോയിൻ സെലിബ്രേഷൻ വരുന്നുണ്ട്. നിങ്ങൾ പോയ റിലേഷൻഷിപ്പ് തിരിച്ചു വരുന്നതായിരിക്കാം, ഫ്രണ്ട്സ് തമ്മിൽ കാണുന്ന മീറ്റപ്പ് ആയിരിക്കാം, ഫാമിലിയിൽ എന്തെങ്കിലും റിലേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, ഒരു ഫാമിലിയിൽ എന്തൊക്കെയോ ഒരു കല്യാണം, മാരേജ്, വീട്, പാലുകാച്ചൽ, അങ്ങനത്തെ ഉള്ള എന്തൊക്കെയോ ഒരു സെലിബ്രേഷൻ ഉണ്ടാവുന്നുണ്ട്. അവിടെ നിങ്ങൾ ഭയങ്കരമായിട്ടും ആസ്വദിക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം ആൾക്കാർ, ഒരു 3 പേരായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് കാണാൻ പറ്റും. ഒരു 3 എന്നുള്ള അക്കത്തിന് നിങ്ങൾ ഭയങ്കരമായിട്ടും വാല്യൂ കൊടുക്കുന്നതായിട്ടും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്പർ 3ക്ക് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരായിട്ട്, ഫസ്റ്റ് പേര് ചൂസ് ചെയ്ത ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേ ആൾക്കാരുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പെട്ടൊരവസ്ഥയിലാണ്. എന്താ പറയുക, എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷൻ. അതായത് ഒരു ജയിലിൽ ഇവരെ കൊണ്ടിട്ടിട്ട് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ, ഇവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇതിൽ മുതലെടുക്കുന്ന കുറേ അധികം ആൾക്കാരെയും എനിക്ക് കാണാൻ പറ്റും. നിങ്ങളെ വെച്ച് യൂസ് ചെയ്യുന്ന കുറേ അധികം ആൾക്കാരെ കൊണ്ടായിരിക്കാം നിങ്ങളിവിടെ എത്തിയത്. ഞാനതാണ് പറഞ്ഞത്, റിയലൈസേഷൻ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ വരാൻ കാരണം എന്താണ്, ആ ഒരു കാരണം തേടി പോകാണ്ടിരിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിയലൈസ്ഡ് ആവും. നിങ്ങൾക്ക് ഈ ഒരു കാരണം വരാൻ, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്താൻ കാരണം എന്താണോ ആ ഒരു കാരണത്തിനെ പിന്നെയും തേടി പോകാണ്ടിരിക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് കത്തുന്നില്ലേ? ആ ഒരു കാരണം ചിലപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ കാരണത്തെ തേടി പോകാണ്ടിരിക്കുക. അത് തന്നെയുള്ള സൊല്യൂഷൻ ഇതിനുള്ള.
ഓക്കെ, ഒരു ഫിയർ, പേടി, എന്താവും, ആങ്സൈറ്റി എന്താവും എന്ന് ജോലിയാണെങ്കിൽ അത് ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് ചുമ്മാ ഇവിടെ ഈ ലോകത്ത് ഇഷ്ടം പോലെ ജോലികളുണ്ട്. മനുഷ്യന് പറ്റാത്ത ജോലികളൊന്നുമില്ല. ആനനെ, കാട്ടിക്കിടക്കുന്ന ആനേനെയും പുലിനെയും വരെ മെരുക്കി നാട്ടിൽ കൊണ്ടുവന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് മനുഷ്യന്മാർ. അത്രയും ബ്രെയിനുള്ളവന്മാരാണ്. അപ്പം നിങ്ങൾക്ക് പറ്റാത്ത ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ താല്പര്യം, നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി എന്താണോ അതിനനുസരിച്ച് പോവുക. കുറേയധികം തടസ്സങ്ങൾ ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കും. അതിനെയൊക്കെ മറികടന്ന് പോകുന്നവർക്ക് മാത്രമേ യഥാർത്ഥ വിജയം ഉണ്ടാവുള്ളൂ. അതൊന്നും വരെ നിങ്ങൾക്ക് പൈസ ഉണ്ടാകത്തില്ല, പ്രശ്നങ്ങളുണ്ടാകും, ആൾക്കാരുടെ നെഗറ്റീവ് പ്രാന്തൻ വിളിയും, അങ്ങനത്തെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവണമെങ്കിൽ പോലും അവർ വിളിച്ചുകൊണ്ടിരിക്കും. അവർക്ക് വേറെ ചെയ്യാനോ ഒന്നുമില്ല, പറയാനോ ഒന്നുമില്ല. അതുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ പാഷനും കാര്യങ്ങളും ദൈവത്തിലോട്ട് സമർപ്പിച്ച് പോവുക. ഇമോഷണൽ വിഡ്രോവൽ, ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത്. ഇത് നിങ്ങൾ മാറ്റണം. ഇമോഷണൽ വിഡ്രോവൽ, ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക. നിങ്ങളെ കൂടുതലും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല, യൂണിവേഴ്സിൽ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നിങ്ങളെ നിങ്ങളിലോട്ട് കൂടുതലും അടുക്കാൻ ശ്രമിക്കുക. നിങ്ങളെ കൂടുതലും മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാല്യൂ കിട്ടുകയും നിങ്ങൾ ഇമോഷണലി നിങ്ങൾ അതിൽ നിന്ന് മാറുകയും ചെയ്യും. നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ ഭയങ്കരമായിട്ടും ആരെന്ത് പറഞ്ഞാലും ഭയങ്കര ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം നിങ്ങൾ ഭയങ്കരമായിട്ടും ഇമോഷണലി എടുക്കുന്ന ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. അത് കാലാവസ്ഥയിലും അത് മാറുമ്പോഴത്തേക്കും എല്ലാവരും ഇമോഷണലി എടുക്കും. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ചെറിയൊരു സംഭവം എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി എടുത്തിട്ട് അത് ഇരുന്ന് ആലോചിച്ചായിരിക്കാം നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ടും ഡ്രെയിൻ ആയി പോകുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് എനിക്കിവിടെ. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ നിർത്താൻ നോക്കുക. ഭയങ്കരമായ ഇൻഡ്യൂഷനുള്ള വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നു. പക്ഷേ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ കയറുന്നതിന് ശേഷം നിങ്ങൾക്കൊന്നും ചിന്തിച്ച് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഒന്നും കാര്യത്തിലോട്ട് നിങ്ങൾക്ക് മൈൻഡ് അങ്ങോട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. തേർഡ് ഐ ചക്ര ഭയങ്കര ബ്ലോക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം അതൊക്കെ മാറ്റിയതിന് ശേഷം മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നല്ല രീതിക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി നടക്കാൻ പോവുക, രാവിലെ എണീച്ച് നടക്കാൻ പോവുക, നല്ല ചൂടുവെള്ളം കുടിക്കുക, മാക്സിമം വെജിറ്റബിൾ കഴിക്കാൻ നോക്കുക. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ നോർമലി ഡിവൈനിലോട്ട് കണക്റ്റഡ് ആവുകയും നിങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരികയും ചെന്നിട്ട് കാണാം. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണോ അത് നിങ്ങൾ വേറെ ആരെയും നോക്കാണ്ട്, വേറെ ആരെയും തെളിയിക്കാണ്ട് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് മാത്രം ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്കിഷ്ടം ഡാൻസ് കളിക്കണമായിരിക്കും, എടുത്തിട്ട് ഡാൻസ് കളിക്കുക. കാരണം ഇത് ഇപ്പോൾ ആരും നോക്കത്തില്ല. ഒരു 10 വർഷം അത് എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ആദ്യം ചെയ്യുന്ന ആരും നോക്കത്തില്ല. നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ആകുമ്പോഴത്തേക്ക് ആൾക്കാർ അവൻ സെറ്റായി അല്ലെങ്കിൽ അവൾ സെറ്റായി എന്ന് പറയത്തുള്ളൂ. അത് കണക്ക് തന്നെ നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ആരും കാണത്തില്ല. കൈ പിടിച്ച് കയറ്റാൻ വേണ്ടി, ഒരു കൈ തരാൻ വേണ്ടി ആരും കാണത്തില്ല. അതേ കണക്ക് തന്നെ നമ്മൾ കുറേ പൈസ ഉണ്ടാക്കി നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളെ കൂടെ എല്ലാവരും കാണും. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ട് തരുന്നത്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി യൂട്ടിലൈസ്, നിങ്ങളെ കൂടുതലും റിയലൈസ് ചെയ്ത് മനസ്സിലാക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് കൂടുതൽ ഉയർച്ച ഉണ്ടാകുന്നത്. ബാക്കിയുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിൽ മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും യൂസേജ് ഉണ്ടാകത്തില്ലെന്നാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ നിങ്ങളെ കൂടുതലും മനസ്സിലാക്കുമെന്നാണ് എനിക്ക് പറയുന്നത്. കുറേ അധികം ആൾക്കാർക്ക് ഇപ്പം നിങ്ങളെ തിരിച്ചറിയാനുള്ളൊരു അവസരമാണ്, നിങ്ങൾക്ക് റിവാർഡ് കൊടുക്കാനുള്ളൊരു അവസരമാണ്, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ്. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ടൈം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പാഷൻ, ആഗ്രഹം, നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ഓരോരോ സിറ്റുവേഷൻസ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. അതിലോട്ട് ആകർഷിതമായി അതിലോട്ട് പോയി അതെല്ലാം നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. പർപ്പസ് ആയാലും എന്ത് കാര്യങ്ങളും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിലോട്ട് വെച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട്, നിങ്ങൾ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ടൈം വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം ആൾക്കാർ ഭയങ്കരമായിട്ടും സ്പിരിച്വൽ അവേക്കനിങ് ആവുന്നതായിട്ടും കാണാൻ പറ്റും. ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അധികം ആൾക്കാർ ബോധോദയം ഉണ്ടാവുന്നുണ്ട്, അവേക്കനിങ് ആവുന്നുണ്ട്, സ്വന്തമായിട്ട് റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, ഇവർ അവേക്കനിങ് ആവുന്നുണ്ട്. ഇവർക്ക് ബോധോദയം ഉണ്ടായി. ഏതെങ്കിലും ഒരു ചെറിയ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് ബോധോദയം ഉണ്ടായി, നിങ്ങൾക്ക് കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിലോട്ട് നിങ്ങൾ പോകുന്നൊരു സമയത്തായിരിക്കാം നിങ്ങൾക്ക് ഈ പറയുന്ന അച്ചീവ്മെൻറ്റ്സ്, സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ജോലി, സ്ട്രോങ് മെൻ്റൽ ഹെൽത്ത്, ഇങ്ങനെ ഇരുന്ന ഒരാൾ ഇങ്ങനെ ആവുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് മാറുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട സൈക്കിക് എബിലിറ്റി, എങ്ങനെ ആൾക്കാരോട് സംസാരിക്കണം, എങ്ങനെ ആൾക്കാരത് നിൽക്കണം, എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം, എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാണ്ടിരിക്കാം, ആൾക്കാരിൽ നിന്ന് എങ്ങനെ മാറണം, ആൾക്കാരെ എങ്ങനെ, നിങ്ങളുടേതായ ഒരു പാഷൻ, നിങ്ങളുടേതായ ഒരു വഴി വെട്ടി, നിങ്ങളുടേതായ സ്വന്തം ലൂപ്പ് കണ്ടുപിടിച്ച് അതിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നൊരു ടൈം നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ ഏതൊരു ടൈമിൽ നിങ്ങൾ അവേക്കനിങ് ആവുന്നുണ്ട്, അത് നിങ്ങൾ റിയലൈസ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന നമ്പർ 2 സെലക്ട് ചെയ്ത വ്യക്തിയുടെ റീഡിംഗ് ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന രണ്ടാമത്തെ ചിത്രം സെലക്ട് ചെയ്ത വ്യക്തിയുടെ റീഡിംഗ് ആണ്. അതായത് രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്ത വ്യക്തിയുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്ത വ്യക്തിയുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ചിത്രം ഓക്കെ, രണ്ടാമത്തെ ചിത്രം സെലക്ട് ചെയ്ത വ്യക്തികൾ ഇപ്പോൾ പോകുന്ന സിറ്റുവേഷൻസും വഴികളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു കാർഡ് കൊണ്ട് എടുക്കാം. ഓക്കെ, രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത വ്യക്തിയുടെ സിറ്റുവേഷൻ എന്തെന്ന് വെച്ചാൽ ഒരുതരം മെൻ്റൽ കോൺഫ്ലിക്റ്റ്. അതായത് നിങ്ങൾ എന്തൊക്കെയോ തേടി പോകുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ തേടി പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ സാധനം നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് നിങ്ങൾക്ക് കുറേ അധികം ആൾക്കാർക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് നോക്കി നിൽക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കത് തൊടാൻ പറ്റുന്നില്ല, അത് നിങ്ങൾക്ക് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. മേ ബി നിങ്ങൾ വിചാരിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്ത ജോലി ആയിരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു ടൈം നിങ്ങൾക്ക് കൂടുതലും അവേക്കനിങ് ആവുന്നത് മാനിഫെസ്റ്റേഷനിലായിരിക്കാം. കുറേ അധികം ആൾക്കാർ ഇമോഷനിലാവുന്നുണ്ട്, മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആഗ്രഹിച്ച സാധനം കയ്യിലോട്ട് വരാത്ത സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റും. ഈ വ്യക്തി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ലൂപ്പിൽ പെട്ട് നിൽക്കുന്നൊരു വ്യക്തിയായിട്ട് കാണാൻ, എന്തൊക്കെ റിലേഷൻഷിപ്പിൽ അകന്നു പോയൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒന്നും അറിയാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ കണക്ഷൻ, ആരോ എന്നെ കൺട്രോൾ ചെയ്യുന്ന, ആരോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്നതായിട്ട് സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഭയങ്കരമായിട്ടും ബ്ലെസ്സിങ്സ് ഉള്ള വ്യക്തിയായിട്ട് കാണാൻ പറ്റും. കാരണം ഈ വ്യക്തിയുടെ സോളിനൊരു പവറുണ്ട്, ഒരു മാനിഫെസ്റ്റേഷൻ സ്കില്ലുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് അത് യൂസ് ചെയ്യാൻ അറിയത്തില്ല. ഈ വ്യക്തിക്ക് ഒരു പർപ്പസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നു. ആ വ്യക്തി അത് തേടി പോവുക തന്നെ വേണം. വേറെ ആരും പറഞ്ഞ് നിങ്ങളെ പിരിപ്പിക്കാം, വേറെ ആരെങ്കിലും പറഞ്ഞ് നിങ്ങളെ മാറ്റാം. പക്ഷേ നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങളുടെ പർപ്പസ് എന്താണോ അത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു വിജയം നിങ്ങളുടെ ലൈഫിലോട്ട് ഉണ്ടാകും. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് എത്തും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടൈം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മെറ്റീരിയൽ പ്രോസ്പിരിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രോസ്പിരിറ്റി ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ടൈമിൽ കുറേയധികം ആൾക്കാർക്ക് കുറേയധികം ദീർഘവീക്ഷണം ഉണ്ടാവുന്നുണ്ട്, കുറേയധികം കാര്യങ്ങൾ നേരെ അറിയാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങൾ നേരെ റിയലൈസ് ചെയ്ത് കാണാൻ പറ്റുന്നുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ ഡ്രസ്സ് വാങ്ങും, ഭയങ്കരമായിട്ട് നിങ്ങളെ തന്നെ കൂടുതൽ മനസ്സിലാക്കി നിങ്ങളെ ഗൗനിക്കുന്നുണ്ട്, അതായത് നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ ഓരോ പാട്ടും നിങ്ങൾ കാണുന്നുണ്ട്. ഇത്രയും നാളും നിങ്ങൾ മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ നിങ്ങളെ ശ്രദ്ധിക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഫേസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ആയിരിക്കാം, നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് ആയിരിക്കാം, നിങ്ങളുടെ ചെരുപ്പായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അതെല്ലാം നിങ്ങൾ റിയലൈസ് ചെയ്ത് നിങ്ങളിലോട്ട് കൂടുതലും അടുക്കുന്ന രീതിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കുന്ന എന്താണ് കാണാൻ പറ്റുന്നത്. അതൊരു അവേക്കനിങ് ആണ്, അതൊരു ബോധോദയമാണ്. മെയിൻലി നിങ്ങൾക്ക് വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ബോധോദയം ഉണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് ഏതൊരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു അവേക്കനിങ്, ഒരു ബോധോദയം ഉണ്ടാകുന്നുണ്ട്. ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആയിരിക്കാം, കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾക്ക് വേണ്ടിയുള്ള പാത്ത് നിങ്ങൾ വെട്ടി നിങ്ങളുടെ ലൈഫിലോട്ട് പോകുന്നതായിരിക്കാം. നിങ്ങൾ എന്തൊക്കെയോ മനസ്സിലാക്കുന്നുണ്ട്, എന്താ പറയുക, നിങ്ങൾക്ക് ഒരു സൈക്കിക് എബിലിറ്റി കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലേക്ക് റിയലൈസ് ചെയ്ത് അതെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കൂടുതലധികം ആൾക്കാർക്ക് റിലേഷൻ കുറേയധികം കാര്യങ്ങൾ ഈ ടൈമിൽ കിട്ടിയതിന് ശേഷം അതിന് വേണ്ട നടക്കൂല, ടൈം കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കി മൂവ് ഓൺ ആക്കുന്ന, കുറേ അധികം വിഷമിച്ചിട്ടായാലും മൂവ് ഓൺ ആക്കി മാറ്റുന്നതായിട്ട് കാണാൻ പറ്റുന്നു. അതൊരു അവേക്കനിങ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതൊരു ട്രോമയായിട്ട് കുറേ പേർക്ക് ഉണ്ടായിരുന്ന സിറ്റുവേഷൻസ് അതൊക്കെ മാറി നിങ്ങൾക്ക് നല്ലൊരു സ്റ്റേജിലോട്ട് എത്തുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറേ അധികം ആൾക്കാർ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ അധികം ആൾക്കാർ ഫുഡ് കഴിക്കാതെ വിഷമിച്ചിരിക്കുന്നൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ടും ആ വയറ്റിനൊന്നും കൊടുക്കാണ്ട്, ആഹാരം കഴിക്കാണ്ട് പണിയെടുക്കുന്നൊരു സിറ്റുവേഷനായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഫുഡ് കഴിക്കാണ്ട്, ശരീരം നോക്കാണ്ട്, ആഗ്രഹങ്ങൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന കുറേയധികം ആൾക്കാർ കാണാൻ പറ്റുന്നു. പക്ഷേ നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കുക, അതൊരു ബ്ലോക്കേജ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ആഹാരം കഴിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, എനർജി ലോസ് ആക്കാണ്ടിരിക്കുക, വെജിറ്റബിൾസ് മാക്സിമം കഴിക്കാൻ വേണ്ടി നോക്കുക നിങ്ങൾ.
ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഭയങ്കര ബ്ലെസ്സിങ്സ് ഉള്ള രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തും ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്യും. ഈ ഒരു സമയം നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആയതുകൊണ്ടും നിങ്ങൾ പർപ്പസിലോട്ട് എത്തുന്ന ഒരു ടൈം ആയതുകൊണ്ടും ഇന്നത് കാണുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്യൂരിറ്റി ആയിട്ട് 100% നിങ്ങൾക്ക് അതിലോട്ട് എത്തിപ്പിടിക്കാനും നിങ്ങൾ പണ്ട് ആഗ്രഹിച്ച സാധനം അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നൊരു ടൈമാണിത്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട. കാരണം നിങ്ങളുടേതായ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട ടൈമിൽ എല്ലാ യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരാനുള്ള ആൾക്കാരെ ഈ ഒരു ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഒരു ലൂപ്പിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയിൽ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിന് നിങ്ങൾ ചെയ്യണം, നിങ്ങളെ കൂടുതൽ റിയലൈസ് ചെയ്ത് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതൊക്കെ നിങ്ങൾ ക്യാച്ച് ചെയ്ത് പോവുക എന്നുള്ളതാണ്. വേറൊരാളുടെ അല്ലെങ്കിൽ വേറെ എന്താണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ ഒരു നെഗറ്റീവ് കൊണ്ട് നിൽക്കുന്ന നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മാറ്റാൻ ശ്രമിക്കുക. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മെച്ചപ്പെട്ട ഒരു രീതിയോട്ട് നിങ്ങൾ പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ റീഡിങ്. ഞാൻ ജസ്റ്റ് എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ വേണ്ടിയുള്ള സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ ഈ ടൈം എന്താണോ ടൈമിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ തോന്നിയത് ജസ്റ്റ് ഒന്ന് വന്ന് പറയുക. കാരണം നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾ അതിലോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് മാനിഫെസ്റ്റേഷൻ കൂടുതൽ ആൾക്കാർക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചില്ല നിങ്ങളുടെ ലൈഫിലോട്ട് വരും, അത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത് ബ്ലെസ്സിങ്സ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇതിന് പുറമെ ആരെങ്കിലും പേഴ്സൺ ഡ്രീം താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.